എന്തൊക്കെയാണ് ഹജ്ജ് കൊണ്ട് നമ്മൾ ആന്തരികമായി മനസ്സിലാക്കേണ്ടത്? പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കൃത്യമായി വിനയം പ്രാപിച്ച് അവൻ്റെ ഏത് കൽപ്പനകളും ഞങ്ങൾ സന്തോഷത്തോടുകൂടെ അനുഷ്ഠിക്കും, ഏറ്റെടുക്കുമെന്ന ബോധത്തോടുകൂടെ സമ്പൂർണ്ണ ഇഖ്ലാസിൻ്റെ പ്രകടനമാണ് ഹജ്ജ്. നല്ല പൈസ ചെലവാക്കുക, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അധ്വാനം. ഈ പുതിയ കാലത്തിനേക്കാൾ ഇത്തിരി മുന്നോട്ടും ബാക്കിലേക്ക് ചിന്തിച്ചു നോക്കൂ. അന്ന് യാത്രയപ്പ് മരിച്ചിറങ്ങിപ്പോകുന്ന രീതിയിലുള്ള യാത്രയപ്പായിരുന്നു. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഏത് വിധത്തിലാണ് ബന്ധുമിത്രാദികൾ അതിനെ സമീപിക്കാറ്, അതേ രീതിയിലായിരുന്നു ഹജ്ജിന് പോകുന്ന ആൾ അവർ കണ്ടിരുന്നത്. ദീർഘമായ യാത്ര, സുരക്ഷിതത്വം വളരെ കുറവ്, ഹിംസ്രജന്തുക്കളുടെ അക്രമം ഏത് നിമിഷവും പ്രതീക്ഷിക്കാൻ പറ്റും. നടന്നാണ് പോകുന്നത്. വഴിതെറ്റിപ്പോയാൽ മാസങ്ങൾ പിന്നെയും കൂടും. ഇതിനിടയ്ക്ക് ശേഖരിച്ചു വെച്ച ഭക്ഷണം തീർന്നു പോകും. ഹോട്ടലുകളില്ല, കാറ്ററിംഗ് സംവിധാനങ്ങളില്ല. ഏതെങ്കിലും മാപ്പ് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞാൽ ഭക്ഷണം എത്തിക്കുന്ന യാതൊരു സൗകര്യങ്ങളുമില്ല. ഉള്ളത് തീർന്നു പോയാൽ ചിലപ്പോൾ മുഴുപ്പട്ടിണിയാവും. എന്നിട്ട് റബ്ബിൻ്റെ വിളി കേട്ട് പോകുന്നത് എന്തിനാ? സമ്പൂർണമായി റബ്ബിനെ വഴിപ്പെടുന്നത് കൊണ്ട്. ഇഖ്ലാസിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് ഹജ്ജ്. ഉബൂദിയത്തിൻ്റെ, അടിമത്വത്തിൻ്റെ, പടച്ച റബ്ബാവുന്ന സയ്യിദിൻ്റെ വിളി കേട്ടാൽ എത്തിയിരിക്കണമെന്ന ബോധത്തിൻ്റെ ശക്തമായ പ്രകടനമാണ് ഹജ്ജ്. അതുകൊണ്ടാണ് ഏത് ത്യാഗവും സഹിക്കാൻ പറ്റുന്നത്. ആധുനികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെയും എന്തൊക്കെ പ്രയാസങ്ങളാണ്. 19 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടിയാണ്. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് സൗകര്യപ്പെടുത്തി കൊണ്ടുപോകുന്ന സാഹസത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ബസ്സിലൊക്കെ കയറിയിട്ട് ബ്ലോക്ക് വന്നിട്ട് 6-7 മണിക്കൂർ നിന്ന നിൽപ്പിൽ ആ ബസ്സിൽ ഇങ്ങനെ വെന്തുരുകുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. യാത്ര പോകുന്ന സമയത്ത് തട്ടിയിട്ടും മുട്ടിയിട്ടും 1 മീറ്റർ നീങ്ങാൻ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കുന്ന ആ സാഹസത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കുള്ള യാത്ര 6 കിലോമീറ്റർ. ബസ് കയറിയിട്ടുണ്ട്, ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും, 3-4 മണിക്കൂർ എടുക്കും. ബസ്സല്ലാതെ നടന്നു പോവുകയാണെങ്കിലും ഈ തട്ടിത്തടച്ചിൽ ഒഴിവാകൂല. ആരും ആരോട് വിദ്വേഷം വെക്കണില്ല, ആരും ആരോടും അക്ഷമ കാണിക്കുന്നില്ല. എല്ലാം ഞങ്ങളുടെ റബ്ബിൻ്റെ തീരുമാനമാണെന്ന ബോധത്തിൽ ഉബൂദിയത്ത് എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായൊരു സംഗതി. റബ്ബാകുന്ന സർവശക്തൻ, അവനാണ് സയ്യിദ്, അവൻ്റെ അടിമയാണ്, അടിയാറാണ് ഞാൻ എന്ന ബോധം. ഈ ബോധത്തിൽ എല്ലാ ത്യാഗങ്ങളും, എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും ഇത്രമേൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ധാരാളം സഹിക്കേണ്ടി വരും. വീണുപോകും, ജ്വലിക്കുന്ന ചൂടായിരിക്കും, പപ്പടം പൊള്ളുന്നത് പോലെ ശരീരമാസകലം പൊള്ളും. ഇന്നും സംഭവിക്കുന്നതാണ്. പപ്പടം പൊള്ളുന്നത് പോലെ ശരീരമാസകലം പൊള്ളും, കുമിള വരും. നടക്കുന്ന സമയത്ത് പലപ്പോഴും ഈ തട്ടിത്തടയും, വീഴുന്ന സമയത്ത് പുറത്ത് ചവിട്ട് കിട്ടും. ചിലപ്പോൾ ജീവഹാനി തന്നെയും സംഭവിച്ചേക്കും. എന്നാലും സന്തോഷത്തോടെ പോകും. എന്തുകൊണ്ട്? ഞാൻ അബ്ദാണ്, പടച്ച റബ്ബ് സയ്യിദാണ്. ഈ ഉബൂദിയത്തിൻ്റെ ശക്തമായ പ്രകടനമാണ് ഹജ്ജ്.